സുഖല്ലേ എല്ലാവർക്കും? എന്താ ഒരാളെ ഏകാന്തതയിൽ ഇങ്ങനെ നടന്നു കാണിച്ചിരുന്നു നിങ്ങൾ വിചാരിക്കണ്ടാവില്ല. ഇതാണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമായിട്ടത് അടിഭാഗം ആദ്യ റൂമിലൊക്കെ പൊളിച്ചടുക്കിയിരിക്കണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച അത് കണ്ട ആ കാണുന്ന പള്ളിക്കാണ് പോണട്ടോ. ആ കണ്ട പൂന്തോട്ടൊക്കെ മനോഹരമാക്കി ഉണ്ടാക്കിയപ്പോ പള്ളിക്ക് ചുറ്റിലും അവിടേക്കാണ് നമ്മളൊന്ന് പോണ കണ്ടോ. അതിന്റെ ഫുൾ വീഡിയോ അതിന്റെ മുമ്പ് കുറെ മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ പൂന്തോട്ടത്തിന്റെ വീഡിയോ, ഇവിടുത്തെ ഗാർഡൻ ഒക്കെ എല്ലാം. അപ്പൊ ആ പൂന്തോട്ടത്തിന് അരികിലുള്ള പള്ളി കേട്ടോ, ഭയങ്കര എന്താ പറയാ, നല്ല വെയില്, കട്ട വെയിലുണ്ട് കേട്ടോ. ആ വെയിലത്താണ് നമ്മൾ പള്ളിക്ക് പോകണം എന്തായാലും. അപ്പൊ സമയം ഇവിടെ ഒരു 10:30-11 ഉണ്ടാവും. നേരത്തെ പോയില്ലെങ്കിൽ പള്ളിന്റെ പുറത്തിരിക്കേണ്ടി വരും. പുറത്തിരുന്നാൽ നല്ല രസമായിരിക്കും എന്തായാലും. അടിപൊളിയൊക്കെ പുറത്തിരുന്ന ജുമാ കഴിയുമ്പത്തിന് ആകെ വെന്തുരുകിയിട്ടുണ്ടാവും. ഈ കാണുന്ന പള്ളിന്റെ മുറ്റട്ടോ, ഇവിടെ കാണുന്ന ഇതൊക്കെ കണ്ട മുസല്ലകളൊക്കെ കണ്ട, ഇതൊക്കെ പള്ളിക്ക് പുറത്ത് നിസ്കരിച്ചാൻ സൗകര്യം വെച്ചതാട്ടോ. തണുപ്പാലത്തല്ല, സുഖമാണ് പുറത്ത് നിസ്കരിക്കാൻ. പക്ഷെ വെയിലത്ത് ഒരു രക്ഷയില്ല മക്കളെ. കണ്ടൊന്ന് നിസ്കരിക്കണം. അതിന്റെ അർത്ഥം പള്ളി ഫുള്ളായിക്കണു. കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഹൗസ്ഫുള്ള്. ഒരു രക്ഷയില്ല. എന്തായാലും പള്ളിക്ക് ഉള്ളിന് ചെറിയതായിട്ട് സ്ഥലം കിട്ടി. അപ്പൊ ഇനി ക്യാൻറ്റീനിൽ വന്നു. പള്ളിയൊക്കെ കഴിഞ്ഞ് ക്യാൻറ്റീനിൽ വന്നപ്പോഴാണ് ക്യാൻറ്റീനിലും ഫുൾ തിരക്ക്. കാരണം എല്ലാവരും പള്ളിക്ക് വന്നാണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി നേരെ ക്യാൻറ്റീനിക്ക് വന്നിക്കണം. പിന്നെ റൂമിൽ പോയാണ്ട് ടൈമിൽ ഇറങ്ങി പോന്നാൽ മതിയല്ലോ, അത് കരുതിയിട്ട് എല്ലാവരും ആ ടൈമിൽ നേരെ വന്നിക്കണം ക്യാൻറ്റീനിക്കാട്ടോ. അപ്പൊ ഇന്ന് ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ, ജസ്റ്റ് നെയ്ച്ചോറും ചിക്കൻ കറി, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ കറി. അതായത് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കറി. കുഴപ്പമില്ല, അടിപൊളിയാണ് കേട്ടോ. പായസം ഉണ്ട് കേട്ടോ, പായസം ഉണ്ടെന്ന്. വെള്ളിയാഴ്ച പായസം ഉണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് കൊണ്ട് പാടെ കൂട്ടി കടിച്ചപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിലും പച്ചമുളക് കൂട്ടി കടിച്ചപ്പോൾ അടിപൊളിയാണ്. പായസം സേമിയം പായസം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മധുരം ഇടുകൂടെ, അടിപൊളിയാണ്. ഏതായാലും നല്ല വിയർത്ത് കുളിച്ചിരിക്കണം. അവിടുത്തെ വെയിലും ഇവിടുത്തെ വെയിലും പാടും. അത് കഴിഞ്ഞ് നമ്മള് ഷോപ്പിലേക്ക് എത്തിയപ്പോൾ ചെങ്ങായിക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. അവന്റെ ഫ്രണ്ട് ഇട്ടാ, നേപ്പാളി ദിലീപ്. അവന്റെ ഫ്രണ്ട് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അത് കണ്ട് പൊയിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാ നമ്മളെ ഈ തല്ലൂണെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഈത്തപ്പഴട്ടോ. ഈത്തപ്പഴം ആരോ കൊടുത്തതാണ്. അപ്പൊ ഈത്തപ്പഴം ഞാനും 2-3 എടുത്തു. മീഡിയം ഈത്തപ്പഴം, നല്ല രസമല്ല സംഭവം. അത് കഴിഞ്ഞതാ കമ്പനി ഭാഗട്ടോ, ജ്യൂസും കേക്കും. വെള്ളിയാഴ്ച സ്പെഷ്യലാണ് ജ്യൂസും കേക്കും. വെള്ളിയാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പൊ കമ്പനി ഓഫറാണ് ജ്യൂസും കേക്കും. കുഴങ്ങിക്കണോട്ട് സത്യത്തില്. ഏകദേശം ഇത് കഴിഞ്ഞപ്പോഴാ വീണ്ടും ഒരാൾ ഫുഡ് കൊണ്ട് വന്നിക്കണം കേട്ടോ. ഫുഡ് ഒരാൾ കൊടുത്തതാണ്. നമ്മളെ കൂട്ടുകാരന് കൊടുത്ത ഫുഡാണ്. 1, 2, 4, 5, 4-5 ഉണ്ട്. 4-5 പേക്ക് ഉണ്ട്. ബിരിയാണി അല്ല, നെയ്ച്ചോറ് അതുകൊണ്ടുണ്ട്, ചിക്കനൊക്കെ ഉള്ളത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക. ഏതായാലും ഫുഡ് കഴിക്കുമോ. അപ്പൊ ഇന്ന് രാത്രി അപ്പോട്ടോ, അപ്പം വെജിറ്റബിൾ കറി. ഉച്ചക്കിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമ്മൾ കുക്കുംബറും മുളകും കൊണ്ട് ഇട്ടോ. അപ്പം നല്ല സോഫ്റ്റ് അപ്പായിരുന്നു കേട്ടോ. ഒപ്പം തന്നെ നമ്മൾ വെജിറ്റബിൾ കറിയും കൂടി ആയപ്പോ നല്ല രസമായിരുന്നു. കുക്കുംബറിനെ നോക്കി പോയിഞ്ഞപ്പോ കുക്കുംബർ തെറിച്ചു പോയിട്ടോ. കുക്കുംബർ പിന്നെയും പ്ലേറ്റൊക്കെ എടുത്തിട്ടതാണ്. കുക്കുംബർ കൂട്ടി കടിച്ച നല്ല രസമായിരുന്നു. വെജിറ്റബിൾ കറി അപ്പം പൊള്ളിയല്ലേ. ബീഫ് കറി കൂടി ഉണ്ടെങ്കിൽ പൊള്ളിയൊന്നുമില്ലേ. മുളകും കൂടിയും കടിക്കുമ്പോഴാണ് അതിന്റെ രസം കിട്ടുള്ളൂ. മുളക് കണ്ട വളഞ്ഞൊട്ടിക്കണ. ഏതായാലും കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഇതുണ്ടല്ലോ ഫുഡ്, അതിയട്ടി ഫുഡ് ഇട്ടാ. അതിയട്ടി ഫുഡ് ചിക്കൻ കാലാണ് അതില്. സാധാ നമ്മളെ റൈസ്, നമ്മളെ എന്താ നെയ്ച്ചോറ് വെച്ചാൽ നല്ല റൈസ് ആട്ടോ. കറി എന്താന്ന് അറിയില്ല. കറി കണ്ട നമ്മളല്ല ചീരക്കറിയും വെച്ചാരില്ല. കറി എന്താന്ന് എനിക്ക് ടേസ്റ്റും കിട്ടിയില്ല കേട്ടോ. എന്തോ ഒരു കറി, പരിപ്പൊക്കെ കൂട്ടി വെച്ച ചീരക്കറി പോലത്തെ ഒരു കറി അത് ഓർമ്മയുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കഴിച്ചപ്പോ. എന്താ ചിക്കന് എന്താ പറയാ, അൽഫാം ആട്ടോ. അൽഫാം ആവുകൊണ്ട് ഒരു എന്താ പറയാ, കുറച്ചു നേരം തണുത്തതായിട്ടുണ്ട് എന്തായാലും. കാരണം 2-3 മണിക്കൂർ സാധനം കിട്ടിയിട്ട്. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ അപ്പം കഴിച്ച പ്ലേറ്റൊക്കെ തന്നെ ഇട്ടോണ്ട് സാമ്പാറിന്റെ രുചിയും കൂടി ഇങ്ങനെ അടിച്ചു കയറിയതായിരുന്നു. വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു 100 ലൈക്ക് ആയാലും തരിക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിരുന്നു. അപ്പം എന്താ പറയാ, റൈസും പാടെ തിന്ന് പള്ള നിറഞ്ഞുട്ടാ. അപ്പൊ നേരെ കൗണ്ടർക്കാണ് പോകുന്നത്. കൗണ്ടറിൽ ചെല്ലുമ്പോ എന്തുണ്ടെന്നോ. കൗണ്ടറിൽ ചെന്നപ്പോ അതാ വീണ്ടും ഈത്തപ്പഴം കേട്ടോ. നല്ല ഈത്തപ്പഴത്തിന്റെ കൊലയാണല്ലോ കിട്ടിയിരിക്കണം.
ഈത്തപ്പഴം പൂത്തൊലിയണ ടൈമാട്ടോ. ചൂടിലാണ് ഈത്തപ്പഴം ഇങ്ങനെ പൂത്തൊലിയ എന്ന് പറയുന്നത്. അതിനത്ര ഇവിടുത്തെ അത്രയും ചൂട്. ചൂട് ഇനി കാഠിന്യം വരാൻ പോണുള്ളൂ. അതിലാണിത് പഴുത്ത് ഈത്തപ്പഴമായിട്ട് വരിക എന്ന് പറയുന്നത്. ഏകദേശമൊക്കെ പഴുത്ത മീഡിയം പഴുത്ത നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങണ വരെയല്ല. നല്ല നല്ല മധുരമുണ്ട് സംഭവം. ഇനി ഈത്തപ്പഴം കൊഴിഞ്ഞാടുന്ന അറിയുന്നത് അത്രയും ആ ചൂടിന്റെ കാഠിന്യം കൂടുന്നതാണ്. അപ്പൊ നേരെ നമ്മളത് ക്ലോസിംഗ് ആയി ഷോപ്പിൽ ഇറങ്ങിയപ്പോ അത് നമ്മളെ നേപ്പാളിൽ ഇട്ട ഹോട്ട് ഫുഡത്തെ വീഡിയോ കണ്ടപ്പോ ഡാൻസ് ചെയ്യണ സംഭവം. ഇത് നമ്മളെ ഷോപ്പിന്റെ ഏകദേശം ഉള്ളാട്ടോ, ഫ്രണ്ടേജിന്റെ ഉള്ളാണ് സംഭവം. അതാ നമ്മളെ അറബി കേട്ടോ. നമ്മളെ മുദീറാണ് ഈ ഇതൊക്കെ കൊടുക്കുന്നത്. മൂപ്പര് വെള്ളിയാഴ്ച ഇടയ്ക്ക് ഓരോരുത്തർക്ക് ഓരോ മധുരം കൊടുക്കും. അങ്ങനെ ഏതാ ക്ലോസിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമൊക്കെ എത്തിയപ്പോ ഓരോരുത്തര് 2 മണിയായപ്പോ പിന്നെ ഓല ഡ്യൂട്ടിക്കൊക്കെ തുടങ്ങി കേട്ടോ. അതൊക്കെ ഇവിടെ മെസ്സത്തെ ആൾക്കാർ പാവങ്ങള് 2 മണിക്കൊക്കെ നീച്ചന്നെ പോവാ. ഇനി 12 മണിയാവും ഉച്ചയാകുമ്പോ എത്തും. നമ്മളെ ഷൂ നമ്മളെ അലമാരക്ക് കീഴിലാട്ട വെക്കല്. അലമാറിന്റെ ചാവി എവിടെ മിസ്സായില്ല, അവിടെ തന്നെ ഉണ്ട്. ഓരോ ദിവസം അലക്കാൻ ഞാൻ പറഞ്ഞല്ലേ എന്ത് ചെയ്യണം, ഇനി അലക്കാണ്ട് കണ്ടമാൻ അലക്കാണ്ട് അലമാരിന്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് സ്മെല്ലടിക്കണ്ട്. എന്തത്താ ഇവിടെ സ്മെല്ലടിക്കണമെന്ന് കരുതി ഇന്നലെ ബാക്കി വെച്ച ചപ്പും ചവറും ഉണ്ട് അതിന്റെ മൂലക്കെട്ടോ. അതേപോലെ ഡ്രസ്സ് മാറ്റി വരാ. ഡ്രസ്സ് മാറ്റിയപ്പോ നേപ്പാൾ ചങ്ങായിന്റെ വന്ന് ഫുഡ് കഴിക്കും. ഇപ്പം മെസ്സ് അടച്ചിട്ടൊന്നുമില്ലല്ലോ, ഇതിന്റെ ഉള്ളിൽ പോയാണ്ട് ഫുഡ് കഴിക്കുന്നില്ല. ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് വരാം. റൂമൊക്കെ എന്താ അവസ്ഥ? റൂമിലെല്ലാരും മൂകശൂന്യമായി കടന്നുറങ്ങാണ്. ആരും ലൈറ്റ് അടിച്ച് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നു. ലൈറ്റ് ഇട്ടൊക്കെ ലൈറ്റ് ഇട്ടപ്പോ ഒരുത്തം പുറത്തൊക്കെ മൂടി കിടക്കുന്നുണ്ട്. നമ്മളെ റൂമിൽ എന്താ അവസ്ഥ എന്നിട്ട് കണ്ടമാനം മൂട്ടണം. വെള്ളം കുടിച്ചിട്ടാ ബാക്കി പണി. ചപ്പ് കണ്ടമാനുണ്ട്. ഓരോരുത്തർ ഫുഡ് കഴിക്കണൊക്കെ അവിടെ കൂട്ടിയിടാ തോന്നുന്നുണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്യണം ആദ്യം. അപ്പൊ അതിന് നമുക്കൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ മക്കളെ. കുളിച്ചണതിന്റെ മുമ്പ് ഈ ഏതായാലും എത്തിക്കാം. അപ്പൊ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചപ്പുകൾ കണ്ടമാനം. ബാത്റൂമാണ്, നമ്മളെ ബാത്റൂമിന്റെ അവസ്ഥയിലേറെ സുഖം കേട്ടോ. ഈ ചപ്പൊക്കെ ഇവിടെ കൂടിക്കിടന്നിട്ടാണ് ഈ സ്മെല്ലടിക്കണ ഹാളില്. ഇപ്പൊ നേരെ റൂമിൽ അടിക്കൽ തുടങ്ങും. ഓരോ കഥയാണ് സംഭവം. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാട്ടെ നമുക്ക്. ഇത് ക്ലീൻ ചെയ്യാൻ അപ്പുറത്തുണ്ട്, നമ്മളെ മെയിൻ ഹാളിലുണ്ട് ഒരു ഡസ്റ്റ്ബിൻ. അതിൽ കൊണ്ടുവരണം. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ കൊണ്ടുപോയിടാൻ മടിയായിട്ടാണ് ഇവിടെ പണ്ടാരടക്കിയിരിക്കുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളെ കൊണ്ടുപോയി നമ്മളെ അലമാരുണ്ട്. കുടക്കമ്പിറാഫി എന്നൊക്കെ എഴുതിക്കാണ്ട് ഓരോരുത്തർ ഓരോ ജിമ്മ് ഭയങ്കര വിറ്റാണ്. ഏതായാലും അത് കഴിഞ്ഞത് വെറുതെ അല്ല അവിടെ കൂട്ടിയിട്ടിരിക്കണേ. ഈ ഡസ്റ്റ്ബിന് ഫുള്ളായിട്ടാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്താ 2-3 മണിയായിട്ട് കോണിക്കൂട്ട് കുത്തിയിരുന്ന് സൊറർന്നോണ്ടിരിക്കാണ്. പോവാനൊന്നായിട്ടില്ല. and ഓരോരുത്തർ നിക്കർ വരെ ഇതിൽ കൊണ്ടുവരക്കിയിരിക്കണം. അല്ല അപ്പൊ ഇവിടെ കൊണ്ടുപോയിടാല്ലേ. ഇത്രയും ഉണ്ട് കേട്ടോ. ഇനി ബാക്കി നാളെ കൊണ്ടുപോയിടാം. അപ്പൊ ഓക്കെ, എല്ലാവരോടും ഗുഡ് നൈറ്റ് കേട്ടോ. ഓക്കെ, ബൈ.